1979 ഒരു ചെറിയ രാജ്യത്തിന്റെ വലിയ പ്രതീക്ഷകൾ. ആകാശത്തിന്റെ അങ്ങേയറ്റം നിൽക്കുന്ന അമ്പിളിമാമന്റെ അടുത്തേക്ക് ഒരു രാഷ്ട്രം പറക്കാൻ പഠിച്ച ദിനം. 40 കിലോഗ്രാം ഭാരമുള്ള ഒരു ഉപഗ്രഹത്തെ ഭൂമിക്ക് ചുറ്റുമുള്ള 400 കിലോഗ്രാം ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും SLV EO-1 ലോഞ്ചിങ്ങിന് സജ്ജമായിരിക്കുന്നു. തീയുടെ ചിറകിൽ പറക്കാൻ തുടങ്ങി. റോക്കറ്റ് ഉയർന്നു. ജനഹൃദയങ്ങൾ വാനം മുട്ടെ. രാഷ്ട്രം ശ്വാസം പിടിച്ചു നിൽക്കുന്നു. ആകാശം തുറന്നു കൊടുത്തു. ഒരു യന്ത്രമല്ലേ ഉയരുന്നത്. ഒരു രാഷ്ട്രത്തിന്റെ സ്വപ്നത്തിന്റെ പ്രയാണമാണ്. എല്ലാ കണ്ണുകളും ലോഞ്ച് കൺട്രോൾ റൂമിലേക്ക്. ആകാശത്ത് തിളങ്ങിയ പ്രതീക്ഷകൾ അസ്തമിച്ചു. വിക്ഷേപണത്തിന് 317 സെക്കൻഡ് പിന്നിട്ട് SLV-3 ത്രസ്റ്റ് നഷ്ടപ്പെടുത്തി ബംഗാൾ ഉൾക്കടലിലേക്ക് പതിച്ചു. ISROയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊജക്ട് ഡയറക്ടറായ APJ അബ്ദുൽ കലാം എന്ന അഗ്നിപുത്രൻ ഒരു ചെറുപുഞ്ചിരിയോടെ സഹപ്രവർത്തകരെ അഭിനന്ദിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയതെന്തോ കെട്ടിപ്പടുത്തുവാൻ മുന്നേ നിൽക്കുന്ന അഭിനന്ദനം പോലെ. രാത്രികളും പകലുകളും ലയിച്ചുപോയ പരിശ്രമം. അതേ കലാം, അതേ ടീം, അതേ സ്വപ്നം. പക്ഷേ വിശ്വാസം ഇരട്ടിയായിരുന്നു. 1980 ജൂലൈ 18 SLV-3 വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി ഭ്രമണപഥത്തിലെത്തിച്ചു. ത്രിവർണ പതാക വാനോളം ഉയർത്തി. ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിച്ച 6ാമത്തെ രാജ്യമായി ഇന്ത്യയുടെ യശസ് ഉയർന്നു. നാം ഓരോരുത്തരും ഓർക്കുക, തോൽവിയിൽ നിന്നുമാണ് വിജയങ്ങൾ പലതും ഉണ്ടാകുന്നത്. ആദ്യ മിഷൻ കടലിലേക്ക് വീണപ്പോൾ കലാം കണ്ടത് പരാജയമായിരുന്നില്ല, ഒരു പാഠമായിരുന്നു. ആ പാഠമാണ് ഇന്ന് ആകാശത്തു കൂടി പറക്കുന്ന ചന്ദ്രയാനും മംഗൾയാനും ഉൾപ്പെടുന്ന ഓരോ ഇന്ത്യൻ ഉപഗ്രഹങ്ങളും.